ഈ ഭാരതീയ പൗരത്വത്തോടുകൂടി നമ്മുടെ കശ്മീരിൽ കഴിയുന്ന അങ്ങനെയല്ല നമ്മുടെ എന്നുള്ളതിന് ഒരു കുറച്ച് ഊന്നൽ വേണം തീർച്ചയായിട്ടും, അല്ലേ? അപ്പോൾ ഒന്നുകൂടി നമുക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു തുടങ്ങാം. അതായത് ഈ ഭാരതീയ പൗരത്വത്തോടുകൂടി നമ്മുടെ കശ്മീരിൽ കഴിയുന്ന തീവ്ര മതവാദികളും ഒപ്പം കൊടും പാക് പ്രേമികളുമായിട്ടുള്ള ഏതാനും മതസ്ഥരുടെ സഹായത്തോടുകൂടി ഇസ്ലാമിക ഭീകരർ പഹൽഗാമിലെത്തി, അല്ലേ? അവർ വിനോദസഞ്ചാരികളുടെ നിക്കറൂരി നിരീക്ഷിച്ചു. ഹൈന്ദവ ലിംഗരെന്ന് കണ്ടവരെ നിരുപാധികം കൊന്നുതള്ളി. കലിമ അറിയാവുന്ന ഹൈന്ദവർ നിക്കറൂരും മുന്നേ കലിമ ചൊല്ലി. ഹൈന്ദവന്റെ കലിമ കേട്ട് കബളിപ്പിക്കപ്പെട്ട ഭീകരൻ നിക്കറൂരാൻ മറന്നു നിന്നു. അവരുടെ തോക്കിൽ നിന്നും സമാധാനം സ്കലിച്ചു. കലിമ കേട്ട് എന്തായാലും നാവിൽ കലിമയുള്ള ഹൈന്ദവൻ ജീവനുള്ള ശരീരത്തോടുകൂടിയും കലിമ അറിയാത്ത ഹൈന്ദവർ മൃതദേഹമായും അവരവരുടെ വീടുകളിലേക്ക് ചെന്ന് കയറി. ഏപ്രിൽ 22 നടന്നിട്ടുള്ള ആ സംഭവം വളരെ വേദനയോടുകൂടി സ്വീകരിച്ചവരും കടുത്ത ആനന്ദത്തോടുകൂടി അനുഭവിച്ചവരും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ പോങ്ങൻ ഇന്ന് പറയുന്നത് അവരെ പറ്റിയല്ല. പഹൽഗാം സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ബംഗ്ലാദേശിലെ മേജർ ജനറലായിരുന്ന ഒരു വരാഹ സന്താനം നടത്തിയിട്ടുള്ള അഭിപ്രായത്തിനുമേലാണ് പോങ്ങന്റെ ഇന്നത്തെ ഈ നാവാട്ടം. ഫസ്ലൂർ റഹ്മാൻ. സുന്നത്ത് ചെയ്യാതെ മുഴുവനായും പേര് പറഞ്ഞു കഴിഞ്ഞാൽ ALM ഫൈസൂർ തെറ്റുപറ്റി ALM ഫസ്ലൂർ റഹ്മാൻ. ഇന്ത്യയുടെ 7 വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശ് അധിനിവേശം നടത്തണം എന്നാണ് ആ ബംഗ്ലാദേശി പിക്സൺ പറഞ്ഞത്. അധിനിവേശ യുദ്ധം എപ്പോൾ തുടങ്ങണമെന്നും നരാധമനായിട്ടുള്ള ആ നികൃഷ്ട ജീവി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ഏപ്രിൽ 22 നടന്ന നിക്രൂരി നോക്കി ഹലാലിംഗരല്ലാത്ത കാഫറുകളെ കൊന്നുതള്ളിയിട്ടുള്ള ആ സംഭവം. അതിന്റെ പേരിൽ ഹിന്ദുസ്ഥാൻ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ ഭാരതത്തിനെതിരെ ബംഗ്ലാദേശ് ഈ അധിനിവേശ യുദ്ധം ആരംഭിക്കണമെന്നാണ് ആ നരരക്ഷസ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഭാരതം പാകിസ്ഥാനെ ആക്രമിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശ് ഈ അധിനിവേശ യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്ന ഒരു ധ്വനി അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട് അല്ലെ? അങ്ങനെയല്ലേ അത് മനസ്സിലാക്കേണ്ടത്? പക്ഷേ തീർച്ചയായിട്ടും അതല്ല, അങ്ങനെയല്ല. സത്യത്തിൽ ബംഗ്ലാദേശ് ഈ രാജ്യത്തിനെതിരെ അധിനിവേശ യുദ്ധം എന്നേ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിൽ തന്നെ ബംഗ്ലാദേശികളായിട്ടുള്ള അധിനിവേശ ഭടന്മാർ ചപ്പാത്തി ചുടുകയും കോഴിയെ അറക്കുകയും പൊറോട്ട മാവിൽ തുപ്പുകയും ചെയ്തുകൊണ്ട് കാലം കഴിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി. കേരളത്തെ പോങ്ങൻ ഒട്ടും തന്നെ കുറ്റം പറയില്ല. നമ്മുടെ നാട്ടിലെ ഇടതു വലതു മുന്നണികൾ ഹമാസന ദാസന്മാരായി പ്രവർത്തിക്കുന്ന ഒരു നാട്ടിൽ അത് സ്വാഭാവികമായിട്ടുള്ള സംഗതി മാത്രമാണ്. എന്നാൽ കേന്ദ്രം ഇതറിയുന്നുണ്ടോ? ബംഗ്ലാദേശിന്റെ 3 വശവും ഭാരതമാണല്ലോ. ഒരു വശത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അയൽക്കാരിയായിട്ടുള്ള നമ്മുടെ ബംഗാൾ ഉൾക്കടൽ, മറ്റ് 3 വശവും ഭാരതത്താൽ ചുറ്റപ്പെട്ട് അങ്ങനെ കിടക്കുകയാണല്ലോ ബംഗ്ലാദേശ്. യാതൊരു ആലോചനയും ആശങ്കയും കൂടാതെയാണ് എന്നിട്ടും ഹൈന്ദവരെ വംശഹത്യാ സമ്പ്രദായത്തിലൂടെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അവർ ഇരിക്കുന്നത്, അല്ലേ? അതും സമാധാനത്തിന് നൊബേൽ സമ്മാനം വാങ്ങിയിട്ടുള്ള ഒരു നാറിയുടെ നേതൃത്വത്തിൽ. ബുദ്ധിയില്ലായ്മ നൽകുന്ന ധൈര്യം മാത്രമല്ലല്ലോ അവരുടെ കൈമുതൽ. കാഫിർ ചോര കൊണ്ട് ദൈവമണ്ണിന്റെ ദാഹം തീർക്കുന്ന വിശ്വാസ രക്ഷസുകളാണ് ഓരോ ബംഗ്ലാദേശി. ഓരോറ്റ ഹിന്ദുവിനും ആ ദൈവശാസ്ത്രം അറിയില്ല പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ രാജ്യസ്നേഹികളായിട്ടുള്ള സംഖ്യകൾക്കും അത് പിടികിട്ടണമെന്നില്ല. തീവ്ര മതഭ്രാന്തനായിട്ടുള്ള ഒരു ബംഗാളിയുടെ സകല കൊള്ളരുതായ്മകളും മനസ്സിലാക്കാനുള്ള ക്രൗര്യ കൗശലം തീർച്ചയായിട്ടും ഈ പോങ്ങനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ പൊങ്ങച്ചം പറയുകയാണെന്ന്. അല്ല, സത്യമാണ്. കാരണം ഞാനൊരു നാറിയാണ്. എനിക്ക് ഈ മഹാനാറികളെ വളരെ വേഗം തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ട്. പോട്ടെ, ഞാനത് പറയുന്നില്ല. ഞാനിപ്പോൾ സഖാക്കളെ കുറിച്ചൊക്കെ ധാരാളമായിട്ട് ചീത്ത പറയുമ്പോൾ പലരും എന്നെ വെറുക്കാറുണ്ട്. പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഉള്ളു നേറിയിട്ടാണ് ഞാനത് പറയുന്നത്. കാരണം ഞാൻ ബഹുമാനിക്കുന്ന, എനിക്കിഷ്ടമുള്ള ഒരുപാട് ആളുകൾ ആ പ്രസ്ഥാനത്തിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. അതിനോട് ചേർന്ന് സ്നേഹത്തോടുകൂടി ആദർശശുദ്ധിയോടുകൂടി പണ്ട് ഞാൻ വിചാരിച്ചിരുന്ന അതേ നിലയിലുള്ള കമ്മ്യൂണിസമാണ് ഇപ്പോഴും ഉള്ളതെന്ന് വിശ്വസിച്ചുകൊണ്ട് അബദ്ധം പറ്റി ജീവിക്കുന്ന ഒരുപാട് സഖാക്കളെ എനിക്കറിയാം. എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ ബന്ധുക്കളിലുണ്ട്, എനിക്ക് പ്രിയപ്പെട്ട ആളുകളിലുണ്ട്, ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യരിലുണ്ട്, ബഹുമാനിക്കുന്ന മനുഷ്യരിലുണ്ട്, ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യരിൽ അത്തരക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ കബളിപ്പിക്കപ്പെടുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ ഈ ചീത്ത വിളിച്ച് പറഞ്ഞു പോകുന്നത്. ഈ പ്രസ്ഥാനത്തിനെതിരെ ഇത്രമാത്രം ശക്തമായി ഞാൻ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്, അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. അതുപോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ അധിനിവേശ യുദ്ധം ബംഗ്ലാദേശ് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന സത്യം തീർച്ചയായിട്ടും രാജ്യം തിരിച്ചറിയണം. ബംഗ്ലാദേശിൽ 30 ലക്ഷത്തിലധികം പാകിസ്ഥാനികൾ തന്നെ പാർക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ, ബംഗാൾ ഉൾക്കടലിലൂടെ ഇങ്ങ് കേരള തീരത്തുവരെ ബംഗ്ലാദേശികൾക്ക് ഭാരതത്തിന്റെ മണ്ണിൽ കാലുകുത്താതെ തന്നെ കടന്നു വരാൻ കഴിയുമെന്ന ഒരു ഭൗമ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണ്ടേ. നമ്മുടെ കേരളത്തിന്റെ തീരദേശം എത്രത്തോളം സുരക്ഷിതമാണ്, എത്രത്തോളം സുരക്ഷയുണ്ട് ഇവിടെ, കേരളത്തിൽ എത്ര ബംഗ്ലാദേശികളുണ്ട് എന്നതിന്
ആരുടെ പക്കലാണ് കൃത്യമായൊരു കണക്കുള്ളത്? ഇറച്ചിക്കോഴികളെ അരിഞ്ഞു തള്ളി ചോരയിൽ കുളിച്ചു നിൽക്കുന്ന കൊലാകാരന്മാരായിട്ടുള്ള ബംഗ്ലാദേശികളെ വരെ അതിഥി തൊഴിലാളികളായി മനസ്സിലാക്കുന്ന പടുവിഡ്ഢികൾ പട്ടാപ്പകൽ നാടുകൊള്ളയടിച്ച് തസ്കരപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ മനുഷ്യർ സുരക്ഷിതരാണ് എന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? പോങ്ങന് തോന്നുന്നില്ല. ഒരു പോങ്ങനും അത് തോന്നുകയുമില്ല എന്നാണ് എൻ്റെ വിചാരം. ഒരു കാര്യം തീർച്ചയായിട്ടും രാജ്യം മനസ്സിലാക്കണം, ദേശസ്നേഹികൾ ദേശത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അവരെ കൊണ്ട് നാടിന് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടാവില്ല. സ്നേഹം മോശപ്പെട്ടൊരു കാര്യമൊന്നുമല്ല, പക്ഷെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷം ഉണ്ടാവണം. സമാധാനക്കേടുകൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരുവനെ പിടിച്ച് സ്നേഹിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ തുണിപ്പൊക്കി കാണിക്കും സ്നേഹിക്കാൻ ചെല്ലുന്നവനെ. സ്നേഹം അനുഭവിക്കണമെങ്കിൽ ഒരു ശരാശരി അളവ് സമാധാനം അവൻ്റെ മനസ്സിലുണ്ടാവണം. എങ്കിലേ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സാധിക്കൂ. സ്നേഹം ഒറ്റയ്ക്ക് നിൽക്കില്ല സമാധാനമില്ലാതെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദേശസ്നേഹികളുടെ സ്നേഹം കൊള്ളാം, പക്ഷെ അവരെ കൊണ്ട് വലിയ പ്രയോജനമുണ്ടാവില്ല. എന്നാൽ ദേശവിരുദ്ധരുടെ കാര്യം അങ്ങനെയാണോ? അവർ അർപ്പിത ബുദ്ധിയോടുകൂടി ഈ രാജ്യം നശിപ്പിക്കാൻ വേണ്ടി സദാ യത്നിച്ചുകൊണ്ടിരിക്കും. ഈ നാട് നശിച്ച് കാണണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മുടെ അയൽവാസികൾ, അല്ലേ? അതിനായി അവർ ജീവൻ പോലും കളയാൻ തയ്യാറാവും, എന്തും സഹിക്കും. കാരണം അവരുടെ ആ പക വ്യക്തിപരമല്ല, ഒട്ടും തന്നെ വ്യക്തിപരമല്ല, അത് തീർത്തും മതപരമാണത്. അതവർക്ക് തലമുറകളിൽ നിന്നും പകർന്നു കിട്ടുന്നതാ. അല്ലാതെ അവർ ചുമ്മാ അങ്ങോട്ട് ആർജിക്കല്ല, പകർന്നു കിട്ടുന്നത് അവരുടെ സിരകളിൽ അതുണ്ട്. മാതൃകവും പൈതൃകവുമായിട്ടുള്ള സമ്പത്താണ് അവരുടെ ആ പക. അത് ചെറിയ കാര്യമല്ല, അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളുമായിട്ടുള്ള മതസ്ഥർക്ക് ഭാരതത്തിന്റെ നാശം എന്നത് അവരുടെ ആജന്മ ലക്ഷ്യമാണ്. അവർ ജനിച്ചത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇവിടെ ജനിച്ചതിന് ശേഷം ഒരു ദേശസ്നേഹിയായിട്ട് ജീവിക്കുന്നവനെ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം അവൻ സമൃദ്ധിയിലും സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലുമാണ് നിലവിൽ കഴിയുന്നത്. നമ്മുടെ മറ്റേത് രാജ്യത്തെക്കാളും നമ്മുടെ ചുറ്റുവട്ടത്ത് ഉള്ള രാജ്യങ്ങൾ എടുത്തു നോക്കിക്കോളൂ. അവിടെയൊക്കെ താമസിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നാട്. പാകിസ്ഥാനിൽ സമാധാനമുണ്ടോ? സ്വസ്ഥതയുണ്ടോ? സമൃദ്ധിയുണ്ടോ? അഫ്ഗാനിസ്ഥാനിൽ അതുണ്ടോ? അല്ലെങ്കിൽ ബംഗ്ലാദേശിലുണ്ടോ? അല്ലെങ്കിൽ ഏത് രാജ്യത്താണ്? നമ്മുടെ ഏഴോളം രാജ്യത്തിൻ്റെ അതിര് പങ്കിടുന്ന ഒരു സ്ഥലമല്ലേ, ഒരു രാജ്യമല്ലേ, ഒരു മഹാരാജ്യമല്ലേ നമ്മുടെ ഭാരതം. ചൈനയിലെ കാര്യം നമുക്ക് അവിടെ സമൃദ്ധിയുണ്ട്, പക്ഷെ സ്വാതന്ത്ര്യമുണ്ടോ? അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുമോ? ഏത് അനീതിയെപ്പോലും നീതിബുദ്ധിയോടുകൂടി സഹിച്ചേ പറ്റൂ ചൈനക്കാരന്. സ്വാതന്ത്ര്യം ഇല്ല അവിടെ, ജനാധിപത്യം ഇല്ല അവിടെ. ഇന്ത്യയിൽ ആർക്കും പറ്റില്ലേ? ഒരു ദേശദ്രോഹിക്ക്, നല്ല ഒന്നാം തരം ലക്ഷണമൊത്ത ഒരു ദേശദ്രോഹിക്ക് പോലും ഈ രാജ്യത്ത് സമാധാനമല്ലേ ഉള്ളൂ, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലേ? മറ്റെവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടകേറും തലയിൽ. കേരളത്തിലൊക്കെ പൊളയ്ക്കുന്ന ഇതുപോലുള്ള ദേശദ്രോഹികളുണ്ടല്ലോ, ദേശദ്രോഹ ബുദ്ധിയോടുകൂടി അവന്മാർ ഉണ്ടകേറും തലയിൽ. അതാണ് സത്യം. അതിനെയൊക്കെ അങ്ങനെ തന്നെ കണ്ടു വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ രീതിയിൽ കണ്ട് കൈകാര്യവും ചെയ്യണം. ഒന്നോർത്താൽ നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്തുള്ള ശത്രുക്കളിൽ അല്പം നെറി കാണുന്നതിൽ തെറ്റില്ല കേട്ടോ. അങ്ങനത്തെ അഭിപ്രായം പോകുന്നുണ്ട്. കാരണം അവർ അവരുടെ പാരമ്പര്യ ശത്രുക്കളെ ഇല്ലാതാക്കാനായി ജീവൻ ത്യജിച്ചും പോരാടുന്നവരാണ്. എന്നാൽ നമ്മുടെ ഈ മണ്ണിൽ ജനിച്ചു വളർന്ന് ഈ മണ്ണിന്റെ പൗരസ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഈ മഹാരാജ്യത്തിനെതിരെ പോരാടുന്നവരോ?